എന്താണിപ്പാ ഇവിടെ പൊന്നിന്താണിപ്പ കാര്യമില്ല. ഹലോ ഗൈസ്, ഇന്നത്തേതൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വളരെ വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു ദിവസമാണ്. എനിക്കും എൻ്റെ ചേട്ടക്കും, ഞങ്ങൾക്ക് മാത്രമല്ല എല്ലാവർക്കും വളരെ സ്പെഷ്യലായിട്ടുള്ള ദിവസമാണ്. കാരണം ആദ്യമായിട്ട് എഴുത്തിനിരുത്തുന്നതും ആദ്യമായിട്ട് അംഗനവാടിയിൽ പോകുന്നതും അതിൻ്റെയൊക്കെ ഒരു തുടക്കമാണ് ഇന്നത്തെ ദിവസം. അപ്പോൾ അങ്ങനെ രാവിലെ തന്നെ ഞങ്ങൾ പള്ളിയിൽ കുർബാന കഴിയണ സമയമാവാനായപ്പോഴേക്ക് എത്തി. കുർബാന വിടാൻ പറ്റിയില്ല. കുർബാന കഴിയണ കുർബാന കഴിയണ സമയമാവാനായപ്പോഴാണ് എത്തിയത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ പുറകെ സുജിയും വന്നായിരുന്നു. അപ്പോൾ സുജി വന്നു കഴിഞ്ഞപ്പോഴേക്കും ആദ്യം വേഗം സുജിയുടെ കയ്യിലോട്ട് പോയി. സുജിയുടെ കയ്യിൽ പോയി ഭയങ്കര സന്തോഷത്തിരിക്കണേണ്. എനിക്കിന്ന് അംഗനവാടി പോകാമല്ലോ, എനിക്കിന്ന് അംഗനവാടി പോകാൻ ഭയങ്കര കാര്യമാണ്. അവന് ഇഷ്ടമാണ് അംഗനവാടി പോകാനായിട്ട്. അവിടെ കളിക്കണ സാധനങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര കാര്യം. അപ്പോൾ ആദ്യം അവന് എഴുത്തിന് ഇരുത്തിയിട്ടുണ്ടായില്ല ഇതിന് മുന്നേ. അപ്പോൾ അതുകൊണ്ട് രാവിലെ അച്ഛൻ്റെ അടുത്ത് പോയി എഴുത്തിനൊക്കെ ഇരുത്തിയിട്ട് പോകാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ രാവിലെ തന്നെ കുർബാന കഴിയുന്ന നേരെ ആയപ്പോഴേക്കും പള്ളിയിൽ വന്ന് ഞങ്ങൾ നേരെ എഴുത്തിനിരുത്തായിട്ട് അച്ഛൻ ഓൾറെഡി ഇന്നലെ തന്നെ അച്ഛനോട് തലേ ദിവസം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഇരുത്തുന്ന കാര്യം. അപ്പോൾ അങ്ങനെ അതൊക്കെ പറഞ്ഞ് അച്ഛന് അപ്പിച്ചി എല്ലാ കാര്യങ്ങളും, കാരണം എൻ്റെ അപ്പിച്ചിയായിരുന്നു ഞങ്ങളുടെ ഇടവകയിലെ കപ്പിയാർ. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പിച്ചി ഓൾറെഡി എല്ലാം പറഞ്ഞ് നേരത്തെ എല്ലാം സെറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അരിയൊക്കെ ഞങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുപോയിട്ട് അച്ഛനോടൊക്കെ പറഞ്ഞു. കുർബാന കഴിയുന്ന നേരം ആയപ്പോഴേക്കും അച്ഛൻ വന്നു, പ്രാർത്ഥനയൊക്കെ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അത് നല്ല കൊച്ചായിട്ട് നിൽക്കുന്നുണ്ട്. അച്ഛനായിട്ടൊക്കെ നോക്കി നല്ല രീതിയിൽ പ്രാർത്ഥനയൊക്കെ ചെല്ലണയൊക്കെ നോക്കി നല്ല രീതിയിൽ അനങ്ങാണ്ട് നല്ല കൊച്ചായിട്ടൊക്കെ നിന്നു. അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഉണ്ട്. എൻ്റെ വീട്ടിൽ നിന്നാണെങ്കിലും ചേട്ടയുണ്ട്, പിന്നെ സ്നേഹയുണ്ട്, അമ്മച്ചിയുണ്ട്, പിന്നെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്നാണെങ്കിലും അപ്പനും അമ്മയും സുജി എല്ലാവരും ഉണ്ടല്ലോ. അപ്പോൾ എല്ലാവരും ഭയങ്കര സന്തോഷമായിട്ട് അപ്പനും അമ്മയൊക്കെ പള്ളി കുർബാനയ്ക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അവരും സബാനും സ്നേഹം അവരും കുർബാനൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അച്ഛൻ മടിയിലൊക്കെ ഇരുത്തി ആദ്യം എഴുതിക്കാനായിട്ട് അരിയൊക്കെ എടുത്തൊക്കെ സെറ്റാക്കിയൊക്കെ വെച്ചു. അപ്പോൾ ആദ്യമാണെങ്കിൽ നല്ല കുഴപ്പമൊന്നുമില്ലാണ്ട് ഞാൻ വിചാരിച്ചു ആദ്യം ഭയങ്കര കരച്ചിലായിരിക്കും എന്നൊക്കെയാണ് ഞാൻ ആദ്യം വിചാരിച്ച. ഒന്നാമത്തെ രാവിലെ ഉറക്കം പോകുമ്പോഴുള്ള അവനൊരു മൂച്ചാട്ടൊക്കെ ഉള്ളതാണ്. പക്ഷേ ഇന്ന് ഒരു കുഴപ്പമില്ലാണ്ട് നല്ല മൂച്ചാട്ടം ഇരുന്ന് വെച്ചു. അപ്പോൾ അച്ഛൻ ആദ്യമേ കുരിശൊക്കെ വരച്ച് പിതാനപുത്രനൊക്കെ വെച്ച് അവനെ കൊണ്ട് ഓരോന്നൊക്കെ എഴുതിക്കാനൊക്കെ തുടങ്ങി. അപ്പോൾ ആദ്യമേ തന്നെ പല പല അക്ഷരങ്ങളൊക്കെ ഇങ്ങനെ എഴുതിക്കുമല്ലോ, ആ ഈ എന്നൊക്കെ പറഞ്ഞൊക്കെ എഴുതിക്കുമല്ലോ. അപ്പോൾ അതൊക്കെ എഴുതിക്കുമ്പോൾ ഞാനൊക്കെ ശരിക്കും പറഞ്ഞാൽ ദൈവം എൻ്റെ മോൻ വലുതായല്ലോ, എൻ്റെ മോൻ ഇങ്ങനെ പഠിക്കാനൊക്കെ പോകാനായിട്ടായല്ലോ, ആദ്യത്തെ ദിവസം അംഗനവാടിയിലൊക്കെ പോകാനായിട്ടൊക്കെ ആയല്ലോ. അപ്പോൾ എത്ര പെട്ടെന്നാണ് വലുതാവുന്നത്, മക്കൾ എത്ര പെട്ടെന്നാണ് വളരണം എന്നൊക്കെ ഉള്ളത്. പണ്ടൊക്കെ നമ്മുടെ പാരൻസ് പറയും എത്ര പെട്ടെന്ന് മക്കൾ വലുതായെന്ന് പറയുമ്പോൾ നമ്മൾ പിന്നെ എത്ര പെട്ടെന്നാണ്, എത്ര വർഷം പിടിച്ചെന്ന് പറയും. പക്ഷെ നമുക്കൊരു കുഞ്ഞുണ്ടായി കഴിയുമ്പോഴാണ് നമ്മളത് മനസ്സിലാക്കുന്നത് നമ്മുടെ മക്കൾ എത്ര പെട്ടെന്നാണ് വളരുന്നത്. കാരണം അവർ നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഒരു കുഞ്ഞുങ്ങളാണ്. അപ്പോൾ പക്ഷെ അങ്ങനെ നമുക്കെപ്പോഴും അങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കാനും പറ്റത്തില്ല. കാരണം പിള്ളേർ എത്ര പെട്ടെന്ന് വലുതായിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അതൊക്കെ അച്ഛനിങ്ങനെ ഓരോന്നൊക്കെ ഇങ്ങനെ എഴുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവനത് കറക്റ്റായിട്ട് എഴുതുന്നുണ്ട്. അത് അച്ഛനിങ്ങനെ പറയുമ്പോൾ അവനത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ ഇതേയൊന്നും പ്രതീക്ഷിച്ചില്ല. ഇവൻ ഇതേപോലെയൊക്കെ ഇരിക്കുമെന്ന് ഇങ്ങനെയൊക്കെ ചെയ്യുന്നൊന്നും പ്രതീക്ഷിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ എഴുതിച്ചൊക്കെ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും അച്ഛൻ തന്നെ പറഞ്ഞു ഗുഡ് ബോയ് ആണ്, സ്മാർട്ട് ബോയ് ആണ്, മിടുക്കനാണെന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. കുറച്ചൊന്നല്ല, ഇങ്ങനെ ഫാമിലിയായിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളുടെ പള്ളിയിൽ തന്നെയുള്ള ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു ജോയൽ എന്ന് പറഞ്ഞൊരു ബ്രദർ. അപ്പോൾ ബ്രദർ, അതായത് ഇപ്പോൾ ബ്രദറാണ്. അപ്പോൾ അവൻ അച്ഛനാവാൻ വേണ്ടിയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജോയൽ വന്നു കഴിഞ്ഞപ്പോൾ ജോയലിൻ്റെ കൂടെ ഇന്ന് ഫോട്ടോയൊക്കെ എടുത്തു. ഭയങ്കര സന്തോഷമായി. അപ്പോൾ ആ സമയത്ത് തന്നെ എനിക്കാണെങ്കിൽ വിശപ്പിൻ്റെ ഉൾവിളി നല്ല ശരിക്കും വരുന്നുണ്ടായിരുന്നു. വയറ് എന്നെ തന്നെ ഇരുന്ന് തെറിവറിയുന്ന പോലെ എനിക്ക് തോന്നിക്കൊണ്ടിരുന്നത് വെച്ചാൽ. അപ്പോൾ അപ്പനാണെങ്കിൽ കറക്റ്റ് സമയം പറയുകയും ചെയ്യും, വാ നമുക്ക് ചായ കുടിക്കാൻ പോകും. അവരെ ഏറ്റവും കൂടുതൽ ആഹ്ലാദം എനിക്കായിരുന്നു, ഏറ്റവും കൂടുതൽ സന്തോഷം എനിക്കായിരുന്നു. വാ ഓടിപ്പോകാന്ന് പറഞ്ഞ് വലിയ കാര്യത്തിൽ പോയി അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് അത് ഒരു കണക്കിനാണ് 10 മണി വരെ ഇരുന്നത്. ശരിക്കും പറഞ്ഞാൽ വന്ന് കയറിയപ്പോൾ തുടങ്ങി അംഗനവാടി പോകാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കണമായിരുന്നു. അങ്ങനെ 10 മണിയായി എന്ന് പറഞ്ഞ് ലാസ്റ്റ് 10 മണിയായപ്പോഴേക്കും അവനെ റെഡിയാക്കി പിടിച്ച് നേരെ ബാഗൊക്കെ ഇട്ട്. ഈ ബാഗ് ചേട്ടൻ ഒരു ദിവസം വെറുതെ ഇരുന്നപ്പോൾ ഓൺലൈനിൽ ഇങ്ങനെ ബുക്ക് ചെയ്ത് അങ്ങനെ വന്ന ബാഗാണ്. സത്യം പറഞ്ഞാൽ ഇവനിങ്ങനെ ചേർക്കണമല്ലോ, അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണമല്ലോ, അതിന് വേണ്ടി സാധനങ്ങൾ വാങ്ങിക്കണമല്ലോ, അങ്ങനെ ഒരു ഇതും ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഒന്നാമത്തെ കല്യാണത്തിൻ്റെ തിരക്ക്, പിന്നെ അതിൻ്റെ ഇടയിലാണെങ്കിലും അംഗനവാടിയിലാവുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒന്ന് കൊണ്ടുപോകുകയും വേണ്ട. നമുക്ക് പിള്ളേരുടെ കയ്യിൽ ബുക്ക് കൊടുത്തു വിടണം, ടിഫിൻ കൊടുത്തു വിടണം, അങ്ങനെ ഒന്നും കൊടുത്തു വിടണം. ടീച്ചർ ഓൾറെഡി ഞങ്ങളോട് ഇതിന് മുമ്പും ഞങ്ങൾ ഇപ്പോൾ എന്തെങ്കിലും കാര്യത്തിലൊക്കെ അംഗനവാടി പോകുമ്പോൾ പറയുമായിരുന്നു, പിള്ളേർക്ക് ഒരിക്കലും ഒരു സ്നാക്സ് ആയിട്ട് ഇങ്ങനെ വറുത്തത് പൊരിച്ചത് അങ്ങനത്തെ സാധനങ്ങളൊന്നും നിങ്ങൾ കൊടുത്തു വിടരുത്. അവിടെ ഓൾറെഡി രാവിലത്തെ സ്നാക്സൊക്കെ കൊടുക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കൊടുക്കണമെന്നാണെങ്കിൽ ഫ്രൂട്ട്സ് മാത്രം കൊടുത്താൽ മതി എന്നൊക്കെ ഓൾറെഡി പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു.
അങ്ങനെ വലിയ കാര്യത്തിൽ ആൾ അംഗനവാടി എത്തിയപ്പോഴേക്കും ദാ ഒരു കൊച്ചു ഫ്രണ്ടിൽ നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. കൊച്ച് ടീച്ചറിൻ്റെ കയ്യിൽ ഇരുന്നിട്ട് അവൻ നല്ല കരച്ചിലാണ്. അവൻ അമ്മനെ കാണുന്നു പറഞ്ഞ് നല്ല കരച്ചിലാണ്. അത് കണ്ട് സ്റ്റക്ക് അടിച്ചാണ് ആദ്യമേ തന്നെ അംഗനവാടിയിലോട്ട് ചെല്ലണം തന്നെ. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് നേരം അവിടെ സ്റ്റക്ക് അടിച്ച് നിന്നെങ്കിലും പിന്നെ ആൾ കുഴപ്പമില്ലാണ്ട് അങ്ങോട്ട് കയറിപ്പോയി. അപ്പോൾ കയറിപ്പോയപ്പോഴേക്കും പെട്ടെന്ന് മമ്മി വാ എന്ന് പറഞ്ഞിട്ട് എന്നെയും കൂടി വിളിച്ചുകൊണ്ടാണ് കയറിപ്പോയത്. പിന്നെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഓരോ കളിക്കണ സാധനങ്ങളും തീട്ടണ സാധനങ്ങളും ഇങ്ങനെ ആടണ സാധനങ്ങളൊക്കെ ഓരോന്നൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അവൻ്റെ മൂടൊക്കെ വലിയ കുഴപ്പമില്ലാണ്ട് മാറി. അങ്ങനെ അതുമേൽ കളിയുടെ ബഹളത്തിൻ്റെ ഇടയിലായി. പിന്നെ കളിയുടെ തിരക്കിലായിപ്പോയി. ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു വെച്ചപ്പോൾ നോക്കുമ്പോൾ ആൾ ഭയങ്കര കളിയാണ്. ഇങ്ങോട്ടേക്ക് വലിയ ശ്രദ്ധയൊന്നുമില്ല. എന്നാലും ചെറുതായിട്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് നോക്കും. നോക്കി കഴിഞ്ഞിട്ട് പിന്നെയും കളിക്കാൻ പോകും അങ്ങോട്ടേക്ക്. അപ്പോൾ പപ്പ അപ്പുറത്തെ ഡോറിൻ്റെ സൈഡിൽ നിന്ന് പപ്പ നോക്കുന്നുണ്ട്. അപ്പോൾ പപ്പക്കിട്ട് നോക്കി പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഓരോ സാധനത്തിലൊക്കെ കയറി ഇങ്ങനെ ഓരോ കളിച്ചുകൊണ്ടിരിക്കണേ. ശരിക്കും പറഞ്ഞാൽ ഈ കളിക്കണ സാധനം ഉള്ളത് കൊണ്ടാണ് അവൻ അംഗനവാടി പോകാനായിട്ട് ഇത്രയും ധൃതിയും ഇത്ര ഇഷ്ടം ഉണ്ടായിരുന്നത് തന്നെ. അപ്പോൾ ഇതിന് മുമ്പ് അംഗനവാടി പോയപ്പോൾ അവന് ഓരോ സാധനങ്ങളൊക്കെ അവൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവന് ഇഷ്ടമാണ്. പക്ഷേ എനിക്കായിരുന്നു ഏറ്റവും കൂടുതൽ കരച്ചിൽ. ഞാൻ അവിടെ നിന്ന് ആക്കിയിട്ട് ഇറങ്ങാൻ നേരമ്പോൾ ഞാൻ ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു. പിന്നെ ചേട്ടൻ കൊണ്ട് താനെന്തിനൊക്കെ അറിയുന്നത് പിന്നെ അവനാക്കിയെന്ന് പറഞ്ഞ് താനെന്തിന് ഇത്ര കരയണമെന്ന് കേട്ടു. പക്ഷേ എനിക്കൊന്ന് ഭയങ്കര വിഷമമായിരുന്നു. ഒരു കണക്കിന് അവനെ വിളിക്കാനുള്ള സമയം വരെയൊക്കെ ഒന്ന് തള്ളി നീക്കിയത്. പക്ഷേ എന്നെക്കാളും ധൃതി ചേട്ടക്കാണെന്നുണ്ട്. എടോ വാ വേഗം പോകാം, വേഗം പോയി കൊച്ചിനെ വിളിച്ചിട്ട് വരാമെന്നൊക്കെ പറഞ്ഞ് ചേട്ടൻ വലിയ കാര്യത്തിൽ ആദ്യമേ കയറി ഇരിക്കുകയായിരുന്നു. എന്താണിപ്പാ ഇവിടെ പൊന്നിന്താണിപ്പ കാര്യമില്ല. അംഗനവാടിയിൽ വിളിക്കാൻ വേണ്ടി ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ പൊന്നോ ഞാൻ വെറുതെ മുട്ടൻ കരച്ചിലായിപ്പോയി. അവൻ എന്നെ കണ്ടതും ഒരൊറ്റ അടിയും ഒരൊറ്റ കരച്ചിലും. അതോടുകൂടി എൻ്റെ സകല കൺട്രോളും പോയി. പിന്നെ ഞാൻ മുട്ടൻ കരച്ചിലായിരുന്നു. എൻ്റെ കരച്ചിൽ കണ്ടു കഴിഞ്ഞാൽ ചില ബാക്കിയുള്ള ആൾക്കാരും കൂടി കിടന്ന് കരയും. അതേപോലെയായിരുന്നു ഞാൻ കിടന്ന് കരഞ്ഞു കൂട്ടിയത്. പിന്നെ ഞാൻ എടുത്തൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ആളുടെ കരച്ചിലൊക്കെ മാറി. പിന്നെ ചേട്ടൻ വന്ന് പപ്പയുടെ കുഞ്ഞു പപ്പ എടുത്തോളാടാന്നൊക്കെ പറഞ്ഞിട്ട് പപ്പയും വന്ന് പപ്പ എടുത്തോണ്ട് പോയി. അപ്പോൾ അങ്ങനെ അവൻ വീടെത്തുന്ന വരെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അമ്മയൊക്കെ ആണെങ്കിൽ വാതിക്കെ തന്നെ വെയിറ്റ് ചെയ്തിരിക്കണേന്ന്. എങ്ങനെ ആയിരിക്കും വന്നത്, കൊച്ചു കരച്ചിലൊക്കെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ കാര്യത്തിൽ വെയിറ്റ് ചെയ്തിരിക്കണേന്ന്. വന്നു കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര ഒരു പുന്നാരത്തിൻ്റെ ഒരു ഇത് ആയിരുന്നു. മമ്മിയുടെ കയ്യിൽ നിന്ന് മാറണില്ല മമ്മി എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഒരു ചിരിയൊക്കെ വരാൻ വേണ്ടി ഞാൻ അപ്പുറത്തോട്ടൊക്കെ തിരിച്ച് പിടിച്ച് ആ വീഡിയോ എടുക്കണത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അവന്. മമ്മി വീഡിയോ എടുക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിനകത്താണെങ്കിലും മുഖമൊക്കെ ചെറുതായിട്ടൊക്കെ മാറുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ അങ്ങനെയൊക്കെ മാറുമ്പോൾ ഞാൻ ഓരോരോ ഉമ്മയൊക്കെ വെച്ച് കൊടുക്കും. ഞാൻ എത്ര ഉമ്മ തന്നെ അവന് കൊടുത്തെന്ന് എനിക്ക് തന്നെ ഒരു കണക്കുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് പിന്നെ വിശേഷം പറച്ചിലായിരുന്നു. സ്കൂളിൽ പോയപ്പോൾ എങ്ങനെയായിരുന്നു എന്നൊക്കെ ഉള്ളതിൻ്റെ വിശേഷമായിരുന്നു ഫുള്ള്. എത്ര ഫ്രണ്ട്സ് ഉണ്ട് പറ? എത്ര ഫ്രണ്ട്സ് ഉണ്ടെന്ന് പറ. 4 പേരുണ്ടാ, 5 പേരാ, 3 പേരുണ്ടാ? അത് കളിച്ചവര് കേട്ടാ എന്ത് സ്ഥാനത്ത് കളിച്ച് തീറ്റിയാ പറ വാതർന്ന് പറ. അങ്ങനെയല്ല വർത്താനം പ്രവചിച്ചു. എന്ത് കളിപ്പാട്ടായിരുന്നു കട്ടയുണ്ടായിരുന്ന? അങ്ങനെ അംഗനവാടിയിലെ ഫസ്റ്റ് ദിവസം കഴിഞ്ഞു. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.